നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. തുലാൻ രാശി ചിത്തിരയര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. 2026 മെയ് മാസത്തിൽ തുലാൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ അഷ്ടമത്തിലും 6ാം ഭാവാധിപനായ വ്യാഴം ഭാഗ്യഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ആഹാരം ശ്രദ്ധിച്ച് കഴിക്കണം. പഴകിയ ആഹാരം കഴിക്കാൻ പാടില്ല. ദഹന സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ശാരീരിക ക്ഷീണവും അനുഭവപ്പെടാം. 5ാം ഭാവാധിപനായ ശനി 6ാം ഭാവത്തിൽ ചൊവ്വയുടെ യോഗം ചെയ്താണ് മെയ് 11 വരെ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 5ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു. ഇത് കുട്ടികൾക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമുണ്ടാക്കാനും സാധ്യത കാണുന്നു. എന്നാൽ മെയ് 11 ശേഷം ശനി ബലവാനാവുകയും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹവും സന്തോഷവും ഉന്മേഷവും ഉണ്ടാക്കുകയും ചെയ്യുന്നു. 5ലെ രാഹു സൃഷ്ടിക്കുന്ന സന്തോഷഹാനി ഇല്ലാതാക്കുന്നു. ആയതിനാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മുന്നേറുക. വിജയം ഉറപ്പാണ്. 11ാം ഭാവത്തിലെ കേതുവും 9ാം ഭാവത്തിലെ വ്യാഴവും സ്വക്ഷേത്രത്തിലെ ശുക്രനും 6ാം ഭാവത്തിലെ ശനിയും കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് നൽകും. ഇവയെല്ലാം തൊഴിൽ രംഗത്തും കുടുംബത്തിലും സന്തോഷവും സമ്പൽ സമൃദ്ധിയും വർദ്ധിപ്പിക്കും. തൊഴിൽ സ്ഥലത്തെ അധികാരങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാം. ധനലാഭമുണ്ടാകും. മെയ് 11 ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 7ാം ഭാവാധിപൻ്റെ സ്ഥിതി മെയ് 11 വരെ ബിസിനസ്സുകാർക്ക് അനുകൂലത നൽകുന്നില്ല. അതിനുശേഷം മാത്രമേ ഏത് പുതിയ പ്രവർത്തനങ്ങളും ആരംഭിക്കാവൂ. ധാരാളം ചിലവുകൾ വരുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമല്ല. ദമ്പതികൾക്കും മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ദോഷപ്രദമാണ്. 2ാം പകുതി ആശ്വാസകരവുമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ആദ്യം തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ ശേഷം സുഖകരമായി മുന്നോട്ട് വിവാഹാലോചനകൾ നടത്താം. പക്ഷേ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും 6ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി നിങ്ങൾക്ക് സന്തോഷം നൽകും.